എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കണ്ണൂർ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കഴിഞ്ഞ പരിശുദ്ധ റമളാൻ മാസത്തിലായിരുന്നു ഹൈന്ദവ സഹോദരനായ കിരൺ എന്ന് പറയുന്ന ഒരാളുമായി ഒളിച്ചോട്ടം നടത്തിയത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആ വാർത്ത വൈറലായിരുന്നു. ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ഹണിമൂണും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മൃഗീയമായ പീഡനത്തിനൊരുവിൽ യാതൊരു രക്ഷയുമില്ലാതെ തനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിയ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പണ്ടൊക്കെ ഒളിച്ചോടി കഴിഞ്ഞാൽ അവസാനം റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ഒരു തുമ്പത്തോ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് അൽഹംദുലില്ലാ നല്ലൊരു വാർത്ത എന്ന് പറയണം. ജീവന് ഭീഷണിയില്ലാത്ത രീതിയിൽ മാനം പോയെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് അവരുടെ ജീവനുമായി ആ കുട്ടി തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കതിലേക്ക് പോകാം. അതിന് മുന്നേ ആരാണ് ദിയ, ആരാണ് കിരൺ എന്നൊക്കെ അറിയാത്തവർക്ക് പരിചയപ്പെടുത്താനായിട്ട് അവർ ഒളിച്ചോടിയതിനു ശേഷം ഇട്ട ലൈവ് ഞാൻ ആദ്യമായി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾ കാളെപ്പിടുത്തം കിട്ടും. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ് ചെയ്ത ശേഷം ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യമായി അവരുടെ ലൈവിലെ ഏതാനും ചില ദൃശ്യങ്ങൾ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇതിനകത്തൊരു ആള് ഒരു ഓഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടുമില്ല. ഇങ്ങനെ ആടെ ഒരു കോഴിക്കോട് പാളയ റോഡിൽ ഒരു വൈരാഗി മഠം എന്ന് പറഞ്ഞൊരു മഠത്തെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ആകുമ്പോൾ കാസ്റ്റ് മാറണ്ട, രണ്ടാളെ കാസ്റ്റിൽ തന്നെ കഴിക്കാം. അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റിലുള്ളവർക്കാലും ആയിരിക്കാലും പ്രൊഫഷനുള്ളൊരു മഠമാണ്, അമ്പലമല്ല. അപ്പം അതും കുറേ ആൾക്കാർ വ്യാജ ഇതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നുണ്ട് നമ്മളെ. പിന്നെ അടുത്തിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അതിനകത്ത് നിൽക്കാവുന്നുള്ള ലെവലിലും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൈപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നടത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്ക് അറിയില്ല. സത്യാവസ്ഥ അന്വേഷിക്കാണ്ട് ഇതാക്കി എല്ലാവരും എന്താ പറയുക വ്ളോഗ് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിൽ ഇവരെല്ലാവരും കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നുണ്ട്. നമ്മൾ രണ്ടാളും പിന്നെ ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകുകയാണെങ്കിൽ രണ്ടാളും സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. ഞങ്ങളൊരു ഇന്റർകാസ്റ്റ് മാരേജ് നടത്തിയതിന്റെ പേരിൽ ഞങ്ങളെ വേട്ടയാടുന്നു എന്നും ഞങ്ങൾ കോഴിക്കോടുള്ള ഒരു മഠത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരമാണ് കല്യാണം കഴിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം അവർ ബാംഗ്ലൂരിലേക്ക് പോവുകയും തിരിച്ച് നാട്ടിലേക്ക് വന്ന് സെറ്റിലാകുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷം വളരെ മോശകരമായ ഒരുപാട് സ്വഭാവ ദൂഷ്യത്തിന് ഉടമയാണ് ഈ കിരൺ എന്ന് പറയുന്ന വ്യക്തി. അത് ദിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ്. അവരുടെ ഈ ചെറിയ പ്രായത്തിൽ കണ്ട ഒരു സൗന്ദര്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പുറത്ത് മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ സഹോദരനൊപ്പം ജീവിക്കാമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് ദിയ. അതിനുശേഷം അവർ ജീവിതത്തിൽ കൊടും പീഡനങ്ങളാണ് നേരിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിൻ്റെ ഒരു അവസാന രക്തചുരുക്കം എന്ന നിലയിൽ അവരെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അതിനുശേഷം ഈ വാർത്തകൾ പുറത്തുവിട്ട ഹസൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മുടെ ദിയ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസിയുമായ ഹാരിസ് എന്ന് പറയുന്ന അയൽവാസിയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമായി അതൊന്ന് കേൾക്കാം. തമിഴ്നാടല്ലേ? മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമളാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എൻ്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരമുണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ? അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിന് അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് മുന്നോട്ട് പോവാ നീക്കോന്ന് പറഞ്ഞ രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ.
എനിക്ക് വ്യക്തമായില്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവര് ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്തിരുന്നു ഇവര്. ഓക്കെ. പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, കല്യാണം ഉറപ്പിച്ച് വെച്ച് സമയത്ത് ഇവർ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കല്യാണം ഉറപ്പിക്കുന്നത്. എന്തിനാണ് ഇത്രയും വലിയ ഒരു ദ്രോഹം ആ ചെക്കനോട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും എന്തിനാണ് നിങ്ങൾ മറ്റൊരു ചെക്കന് അവരുടെ ആഗ്രഹം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആ ചെക്കൻ എത്രമാത്രം ആ കല്യാണത്തിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. സ്വർണമായിട്ടും അതുപോലെ തന്നെ മഹറായിട്ടും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളായിട്ടും പണമായിട്ടും സ്വപ്നങ്ങളായിട്ടും ഒരുപാട് ത്യാഗങ്ങൾ ആ ചെറുക്കൻ സഹിച്ചിട്ടുണ്ടാവും. എന്തിനാണ് അത്തരം ഒരു ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞത്? നിങ്ങളുടെ ജീവിതം ഏതായാലും നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതിനുശേഷം ആ കല്യാണം ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ചെക്കനുമായിട്ട് ഒളിച്ചോടുന്നത്. അതിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കാരണം ആ ചെക്കന് ഒരുപാട് പ്രതീക്ഷകളും ആശയങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് പറ്റിക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ മൂഞ്ചിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി ഇതിനിടയിൽ ടിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ചെയ്തത് വളരെ മോശകരമായി പോയി എന്നുള്ളതാണ്. ഇനിയെങ്കിലുമുള്ള പെൺകുട്ടികൾ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അങ്ങോട്ട് ഒളിച്ചോടുന്നതാണ് നല്ലത് എന്നാണ്. ബാക്കി ഈ ഓഡിയോയിലെ ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഹാജരാകുന്നത് പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാതെ ഒളിച്ചോടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നടന്ന് അവള് നമ്മൾ സംസാരിച്ചിന്, ഓളെ ഉമ്മയും ഉപ്പയും ഒരു ചെറിയ അനുജത്തി ഉണ്ടായിരുന്നു. അവളെ പോയി സംസാരിച്ചിട്ട് ലാസ്റ്റ് അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, അന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ തന്നെ പോയി വന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി. ഇപ്പൊ അടുത്ത് അവർ തിരിച്ചു വന്നു, ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു. അങ്ങനെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അവർ തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ സ്വീകരിച്ചു. ആയിട്ടുള്ള ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു, അതായിട്ടുണ്ടാവും വിചാരിക്കണം. അതെയോ? ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ്, നമ്മളൊരു അറിയുന്നത് അങ്ങായിട്ട് മകൾ തന്നെയാണ്. അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങള് ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിൽ അകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്. അപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഈ ഓഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആ പെൺകുട്ടി മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചെത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്കിനി അവൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി പറ്റുകയില്ല, ഞാൻ മാതാപിതാക്കളുടെ ഒപ്പം പോവുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം നിശ്ചിതമായി മാതാപിതാക്കൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ തീർച്ചയായിട്ടും തിരിച്ചു വന്ന ദിയെ റോഡുമിലേക്ക് എറിയാതെ രണ്ട് കൈയും നീട്ടി ആ മാതാപിതാക്കൾ സ്വീകരിച്ചു. അൽഹംദുലില്ലാ വളരെ നല്ല കാര്യം തന്നെയാണ്. സ്വന്തം മക്കളാണ്, തെറ്റുപറ്റി തിരിച്ചു വന്നാൽ സ്വീകരിക്കുക തന്നെ വേണം. അല്ലാതെ അവർ തിരിച്ചു പോയാൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷകളുമില്ലാതെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകും. അത് ഏതായാലും മാതാപിതാക്കൾ സദ്ദേശപരമായി നല്ല ഒരു സൽക്കർമ്മം എന്ന നിലയ്ക്ക് അവരുടെ മക്കളെ അവൾ സ്വീകരിച്ചു. തീർച്ചയായിട്ടും അവർ തിരിച്ച് ദുബായിലേക്ക് പോവുകയും ചെയ്തു. കാരണം നാട്ടിലൊക്കെ ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ആ കുട്ടികളുടെ മാനസിക നിലയെ വളരെ സാരമായ രീതിയിൽ ബാധിക്കാനിടയുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് പകരം ആ മാതാപിതാക്കൾ തീർച്ചും നല്ല ഒരു തീരുമാനം 100% ഞാൻ കൈയടിക്കുകയാണ്. നല്ലൊരു തീരുമാനം. തീർച്ചും ദുബായ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരെ കയറ്റിവിട്ടു. തീർച്ചയായിട്ടും അവിടെ ജോലിയെടുത്ത് അവർ അവരുടെ മനക്കരുത്ത് വീണ്ടെടുക്കട്ടെ, തിരിച്ചു വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ ഓഡിയോയിൽ പറയുന്ന ഒരു കാര്യം, മദ്യത്തിനടിമയായ ഈ വ്യക്തി അവരെ മദ്യം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ ബീറടക്കമുള്ള ലഹരി അടങ്ങിയ വസ്തുക്കൾ ഈ ദിയെ കുടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടത്തിന് വഴങ്ങാതെ വന്നപ്പോഴാണ് ഈ കുട്ടിക്ക് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത്. അദ്ദേഹത്തിന് ഈ കുട്ടിക്ക് അത് നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഉള്ളിലുള്ള ഒരു ഈമാൻ കൊണ്ടാണോ എന്നറിയില്ല. അതിന് വഴങ്ങാൻ യാതൊരു കാരണവശാലും തനിക്ക് പറ്റില്ല എന്ന് ആ ദിയ ഉറച്ചൊരു തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജീവിതം എനിക്കിനി വേണ്ട, എനിക്ക് എൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ തിരിച്ച് ജീവിക്കണം എന്നുള്ള ഒരു നല്ല തീരുമാനത്തിലേക്ക് ആ കുട്ടിക്ക് എത്താൻ വേണ്ടി സാധിച്ചത്. പക്ഷേ നമ്മളെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പെട്ടുപോകുമ്പോൾ ഒരുപാട് സങ്കടമാണ്. ഞാനൊരു മുസ്ലിം നാമധാരി എന്ന നിലക്ക് പറയുകയല്ല. ഒരു ഹിന്ദു കുട്ടികളായാലും ഇനി ഒരു മുസ്ലിം കുട്ടികളായാലും ക്രിസ്ത്യൻ കുട്ടികളായാലും നിങ്ങളൊക്കെ ഏകദേശം പഠിച്ച് ഒരു 10-18 വയസ്സ് വരെ നിങ്ങളെ പോറ്റിയ മാതാപിതാക്കളുടെ അടുത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ പോയി പറയുക.
അച്ഛ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ബാപ്പ എനിക്കിതില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങളുടെ കുടുംബക്കാരുടെ സമ്മതത്തോടു കൂടി നിങ്ങളെ കല്യാണത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കുടുംബത്തിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ഒരു ബന്ധം നിലനിൽക്കും. അവർക്കൊരു പേടിയും ഒരു ഭയവും ഒരു ബഹുമാനവും അതുപോലെ തന്നെ അവരോട് ഒരു കൂറൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുകൾ വന്നാൽ തീർച്ചയായിട്ടും കുടുംബക്കാർക്ക് ഇടപെടാനും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും അവർക്കൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒളിച്ചോട്ടം നടത്തി പോകുന്ന സമയത്ത് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ധാരണ പ്രകാരമാണ് നിങ്ങൾ ഒളിച്ചോടി പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളെ വാപ്പാനെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ എന്ന് പറയാനുള്ള ഒരു സാധ്യത അത് നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ നിങ്ങൾ സ്വന്തം ഉള്ളിലൊതുക്കി ഇത് ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് നമ്മൾക്ക് അവസാന ഘട്ടത്തിൽ മരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർകാസ്റ്റ് മാരേജ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവസാനമായിട്ട് ഒരു 90-99% കേസുകളും പരാജയമാണ്. ബാക്കി 1% കേസുകൾ മാത്രമാണ് നല്ല നിലയിൽ സ്നേഹത്തോടു കൂടി ജീവിച്ചു പോകുന്നത്. അത്തരം 1% തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുക എന്ന് പറയുന്നത് വളരെ റെയറായ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് തീരുമാനിക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും സഹോദരിമാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുനർവിചിന്തനം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടത്തണം. സ്നേഹം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചാലും അവർ നിങ്ങളെ സ്നേഹിക്കും. ഇനി നിങ്ങൾ സ്നേഹിച്ചാലും നിങ്ങളുടെ ഉപ്പയോ ഉമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു സമ്മതപ്രകാരം ആ കല്യാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്കതൊരു പിന്തുണയും ഒരു ശക്തിയും ഒരു ധൈര്യവും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.